ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുംബൈ വരെ യാത്ര ചെയ്താലും നിങ്ങളെ യാത്ര നിങ്ങൾക്ക് ശരിക്കും വെർത്തായിട്ട് തോന്നുള്ളൂ. കാരണം അത്ര കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മുംബൈ ഫുഡ് സീരീസിലെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ലക്കി റെസ്റ്റോറന്റ് ആണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റർ ആണ് തോന്നുന്നത്. അപ്പോൾ നമ്മളതിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ യൂബർ വിളിച്ചേക്കാണ്. എന്നും പോലെ യൂബർ എപ്പോൾ വിളിച്ചാലും നമുക്ക് വാഗനറാണ് കിട്ടുക. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു കട ഞങ്ങളുടെ മനസ്സിൽ ഇടം നേടുന്നത്. വേറെ ഒന്നുമല്ല, എന്ന് ഞങ്ങൾ പുറത്ത് വന്നിട്ട് യൂബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓൾമോസ്റ്റ് കുറേ നേരം ഞങ്ങൾ യൂബറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു സമയം കളയാൻ ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്ന് കട്ടിങ് ചായയും റസ്ക് ഞങ്ങൾ കുടിക്കാറുണ്ട്. ഒരു രക്ഷയില്ലാത്ത കട്ടിങ് ചായയാണ്. റസ്ക് ആയാലും കിഡിലും ടേസ്റ്റ് ആണ്. ഇവിടുന്ന് എപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുമ്പോഴും അംജദ് ചായലും പൊരിഞ്ഞടിയായിരിക്കും. വേറെ ഒന്നുമല്ല, ഒറ്റ ഒരാളായിരിക്കും കൂട്ടത്തിൽ ചായ ഓർഡർ ചെയ്യേണ്ടാവുക. അത് അംജദായിരിക്കും. അപ്പൊ അംജദിന് ചായ കിട്ടുമ്പോഴായിരിക്കും ഞങ്ങൾ എല്ലാവരും അപ്പൊ തന്നെ റസ്ക് എടുത്ത് അംജദിന്റെ ചായ ഗ്ലാസ്സിൽ ഡിപ്പ് ചെയ്യുന്നുണ്ടാവുക. ഇതാണെങ്കിൽ അംജദിന് ഒട്ടും ഇഷ്ടമില്ല. അപ്പൊ ഇത് എപ്പോഴും റിപ്പീറ്റ് ആകുമ്പോഴും അംജദിന് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പൊ ഇന്നാണെങ്കിൽ അംജദ് ചായലും പൊരിഞ്ഞടി. അപ്പൊ ഈ ഒരു അടി സ്ഥിരമായതുകൊണ്ട് തന്നെ ചായക്കാരൻ ഇതൊരു പതിവ് കാഴ്ചയായി. എന്താണ് അംജദിന്റെ പ്രശ്നം? എന്താ അവനും കഴിക്കാണ്ട് കളിയാക്കണം. പറയണ് മൊത്തം എടുക്കാൻ അവൻ തന്നെ പകുതി കഴിച്ചു. നീയല്ലേ കഴിച്ചു പകുതി? ഇപ്പൊ ചായ തീർന്നാല് റസ്ക് ബാക്കി ഉണ്ടാവും. റസ്ക് ബാക്കിയായാല് ചായ വേറെ വരും. 5ാമത്തെ 6ാമത്തെ ചായ. ഇനിയിപ്പോ മനപ്പൂർവല്ല കഴിച്ചു പോണല്ലേ വിശപ്പുണ്ട്. ചായ തീർന്നു. ചായ പറയാണ്ട് ഇത് വേസ്റ്റ് ആവില്ല. കട്ടിങ് ചായ ഫുൾ ചായ മേടിച്ചോ? ഓക്കെ. എന്താ പറഞ്ഞ അപ്പൊ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സ്പോട്ട് വരുന്നത് ബാന്ദ്രയിലാണ്. ബാന്ദ്രയിലുള്ള ലക്കി റെസ്റ്റോറന്റ് ആണ്. നമ്മൾ പോയ സമയത്ത് ലക്കി റെസ്റ്റോറന്റ് 84th ഇയർ സെലിബ്രേഷൻ ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാന്ദ്ര പോലുള്ള സ്ഥലത്ത് 84 കൊല്ലം ഈ റെസ്റ്റോറന്റ് നടന്നു പോകണമെങ്കിൽ അവരുടെ റേഞ്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ്. മുംബൈയിലത്തെ ബിരിയാണിയുടെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ അതിന്റെ ക്വാണ്ടിറ്റി തന്നെയാണ്. ഒരെണ്ണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്ക് സിമ്പിൾ ആയിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എവിടുന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഇത്രയധികം സവാളയും ലെമണും ഒക്കെ കൂടിയിട്ടായിരിക്കും അവർ തരുന്നുണ്ടാവുക. അപ്പോൾ യൂഷ്വലി നമ്മൾ ബിരിയാണി എങ്ങനെ കഴിക്കാന്ന് വെച്ചാൽ കുറച്ച് സവാളയും ബിരിയാണി റൈസും അതിൻ്റെ കൂടെ കുറച്ച് ലെമണും കൂടി സ്ക്യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കഴിക്കേണ്ടാവുക. കിട്ടുന്ന ടേസ്റ്റ് ആണ്. പക്ഷേ ഇവിടുത്തെ ബിരിയാണിക്ക് ഇതൊന്നും വേണ്ട. ഈ റൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഫ്ലേവർഫുൾ ആണെന്ന്. ഒരു പിടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മെൽറ്റായി പോകും. കാരണം അത്ര കിട്ടുന്ന ടേസ്റ്റ് ആണ്. ചിക്കൻ ബിരിയാണിയാണ് മട്ടൻ ബിരിയാണി ഇഷ്ടമായ? മട്ടൻ. ചിക്കൻ ബിരിയാണി കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. മട്ടൻ ബിരിയാണിയാണ്. അപ്പൊ നിങ്ങൾക്ക് ചിക്കൻ വേണ്ടേ? മട്ടൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാ? ഈ ട്രിപ്പോട് കൂടിയിട്ട് മട്ടനോടുള്ള ഇഷ്ടക്കേട് മാറണം. ഓക്കെ. ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്. ഒരു മനുഷ്യൻ ചിക്കൻ ബിരിയാണി കഴിക്കണില്ലല്ലോ. ഇത് കഴിയുമ്പോ മാറില്ലേ? മട്ടൻ ആദ്യം തീർക്കാൻ വേണ്ടിട്ടുള്ള ഒരു പെടാപ്പാട്ടാണ്. അത് ലാസ്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാല് ചിക്കൻ ബിരിയാണി നമ്മൾ ഓരോ പിടി ബിരിയാണി കഴിക്കുമ്പോഴും അത്ര അധികം എൻജോയ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടായിരുന്നത്. കാരണം അത്ര കിലോ ടേസ്റ്റി ആയിരുന്നു. ഞാൻ ഇത്ര ഹൈപ്പ് തരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഹൈപ്പ് തരുന്നത് തന്നെ. അതിൻ്റെ കൂടെ നമ്മൾ കസ്റ്റാർഡ് പുഡിങ്ങും ഫലൂദയും കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, മുംബൈയിൽ നിന്ന് ഞാൻ കഴിച്ച ഫലൂദ ഒന്നും എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞത് ഇതാണ് ഒതന്റിക് ഫലൂദ എന്നാണ്. മുംബൈയിൽ നിന്ന് കഴിച്ച ഫലൂദ ഒന്നും എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. മുംബൈ വരെ വന്നിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചാട്സ് കഴിക്കാണ്ട് പോവാന്ന് പറഞ്ഞാൽ അത് മോശം തന്നെയാണ്. നമ്മൾ പോകാൻ പോകുന്നത് മുംബൈയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചാട്സ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ്. 1968 വളരെ കുഞ്ഞൊരു സംരംഭമായിട്ട് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ചാട്സിന് വേണ്ടി മാത്രമായിട്ട് 2 ഫ്ലോറിൽ എപ്പോൾ നോക്കിയാൽ ഗംഭീര തിരക്കാണ് ഇവിടെ. അത് വേറെ എവിടെയല്ല, ബാന്ദ്രക്കാരുടെ സ്വന്തം എൽക്കോ പാനിപൂരി സെന്റർ ആണ്. മുംബൈയുടെ ഏത് ഭാഗത്തേക്കും എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും എല്ലാ സ്ട്രീറ്റിലും നമുക്ക് ചാട്സ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ എനിക്ക് എന്തോ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ ഒരു പേടിയായതുകൊണ്ട് തന്നെ നമ്മളൊരു സുഹൃത്ത് സജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഭയങ്കര നീറ്റാണ്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ പാനിപൂരിയും ചോളെ ഭട്ടൂരയും പാവ് ബജിയും ദഹിപൂരിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇത്ര ഗംഭീര ചാട്സ് ഞാൻ കഴിക്കുന്നത്. എല്ലാതും ഒന്നിനൊന്നിനും വെച്ചും കിഡിലും തന്നെ കിഡിലും ടേസ്റ്റ് ആയിരുന്നു. പാനിപൂരി ആയാലും ദഹിപൂരി ആയാലും എല്ലാതും കിഡിലാണ്. ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും നല്ല രീതിയിൽ ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി. അപ്പൊ എന്നാലും നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് നടക്കുകയാണ്. അടുത്ത സ്പോട്ടിന്റെ പേരെന്ത് ഇപ്പോ? എന്ത്? ഹേഷങ്കോ. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടാ. അപ്പൊ പിന്നെയും നമ്മൾ നടക്കണ 700 മീറ്ററാ. 700 മീറ്റർ ഉള്ളോ. അമ്മതേ അതിനുണ്ടായിരുന്നു ഫുഡ്?
ഓക്കെ, ഇതാ നമ്മള് അടുത്ത സ്പോട്ടിലേക്ക് പോകണ്ട. നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ മുംബൈയിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ബേക്കറിയാണ്. ഓൾമോസ്റ്റ് ഒരു 100 കൊല്ലത്തിന് മുകളിലായി ഇതിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാന്ദ്രയിൽ ഷാറുഖ് ഖാന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യണത്. 1920s ഏതൊരു ജർമ്മൻ തുടങ്ങിയിട്ടുള്ള ബേക്കറിയാണ്. പിന്നെ ബ്രിട്ടൻ ജർമ്മനിയിൽ ഏതൊരു വാറ് പ്രഖ്യാപിച്ചപ്പോൾ ജർമ്മൻകാർ പയ്യെ ഇത് മുംബൈയിൽ ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തെന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഹേഷ് ആൻഡ് കോ എന്ന് പറഞ്ഞ ബേക്കറി അറിയാത്ത മുംബൈക്കാർ വളരെ കുറവായിരിക്കും. മുംബൈയിൽ അത്ര ഫേമസ് ആയിട്ടൊരു ബേക്കറിയാണ്. രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് ഇതിന്റെ ടൈമിംഗ് വരുന്നത്. കറക്റ്റായിട്ട് ക്യൂവിൽ നിൽക്കാത്ത ഒരാൾക്ക് പോലും ഇവർ ഫുഡ് സെർവ് ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ അവരെ കോമ്പൗണ്ടിൽ നിന്നിട്ട് ഫുഡ് കഴിക്കാനും അവർ സമ്മതിക്കില്ല. ഇത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് പയ്യെ ഡൈജസ്റ്റ് ആയി, വേറെ ഒന്നുമല്ല, അതനുസരിക്കാണ് നമുക്ക് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടൂല. പിന്നെ പയ്യെ അത് സെറ്റായി അവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ നമ്മൾ സംസാരിച്ച് നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടുത്തെ ആളും നമ്മളെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ അവരടുത്ത് ചോദിച്ചത് എന്താണ് ഇവിടെ നിന്ന് കഴിക്കാൻ നിങ്ങൾ സമ്മതിക്കാന്ന് വെച്ചപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞത് ഇപ്പോൾ കോവിഡ് അവർ സമ്മതിച്ചിരുന്നു, കോവിഡിന് ശേഷമാണ് സമ്മതിക്കാതെ, വേറെ ഒന്നല്ല. ആൾക്കാർ തിന്നതിന് ശേഷം വേസ്റ്റ് ഇവിടെ ഇടുക, അതുപോലെ തന്നെ ഡ്രഗ്സ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതിന് ഈ ഭാഗം മൊത്തം അലമ്പാക്കിയപ്പോൾ പോലീസ് വരെ, അതുപോലെ തന്നെ ഇവർക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇവർ നൈസായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ നമ്മൾ അവിടുത്തെ ചിക്കൻ പപ്സ്, മട്ടൻ പപ്സ്, ക്രീം ബണ്ണ്, കേക്ക്, ബ്ലൂബെറി ചീസ് കേക്കും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിച്ചിൽ വെച്ച് അവിടുത്തെ ചിക്കൻ പപ്സിനൊക്കെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നി. കിഡ്രൻ ടേസ്റ്റ് ആയിരുന്നു. മട്ടൻ പപ്സ് ആയാലും ബ്ലൂബെറി ചീസ് കേക്ക് ആയാലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ബാക്കിയെല്ലാം ഒരു ആവറേജ് ടേസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇവിടെ ഇത്രയും റൂൾസ് ഒക്കെ ഉണ്ടായിട്ടും എന്താണ് ഇത്രമാത്രം ആൾക്കാർ വരണതെന്ന് ഇവിടുത്തെ ചിക്കൻ റോൾ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അടിപൊളി ടേസ്റ്റ് ആണ്. സ്ഥലം ഇത്ര നിയമങ്ങളൊക്കെ കൂടിയിട്ട് പോയിരുന്നു കഴിക്കാൻ അത്ര സംഭവം തോന്നിയില്ല. അത്ര ഡിമാൻഡുള്ള സംഭവമായിട്ട് തോന്നിയില്ല. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഭയങ്കര ഡിമാൻഡുള്ള സംഭവമാണ്. വലിയ സംഭവം ഡിമാൻഡില്ലാണ്ട് ആൾക്കാർ വരുമോ? എനിക്കറിയില്ല, ഞാൻ വരില്ല എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഡിമാൻഡുള്ള സംഭവം, ഞാൻ ഡിമാൻഡുള്ള സംഭവങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം നിനക്ക് ഇഷ്ടമില്ല എന്ന് പറയാം. അല്ലല്ലേ ഞാൻ പറഞ്ഞോളൂ. പിന്നെ ബാക്കിയുള്ളത് എവറേജ് ഇല്ല. ചിക്കൻ റോള് ഇത്ര ഒരു ക്യൂ ഒന്നും പ്രശ്നമല്ല. ചിക്കൻ റോള് അതുണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ്. എനിക്കത്ര തോന്നിയില്ല. ചിക്കൻ റോൾ തോന്നിയില്ല. അതെന്താന്ന് വെച്ചാല് അംജദിന് ആൾക്ക് ഉള്ളിൽ കയറിപ്പോ നെഗറ്റീവ് അടിച്ചു. ഇത്രയും റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചപ്പോ അംജദ് പറഞ്ഞു കസ്റ്റമറിനൊക്കെ ഇങ്ങനെ പോലെ കാണണം, ഇത്ര ഡിമാൻഡ് ഒന്നും പാടില്ല. അതാണ് അംജദിന് ഇഷ്ടപ്പെടാണ്ടത്. എന്താണ് ബ്രോ മോഡേണോ? ഇവിടെ ഉള്ളിലേ ഇത്രയും അധികം സ്ഥലം ഉണ്ടായിട്ടും ഈ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ നോ പാർക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. എന്തായാലും നമ്മൾ പിന്നെയും ഒരു ബേക്കറിക്കാണ് പോയത്. അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 4 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. കഫേ അണ്ടോറോ എന്നാണ് ഈ ഒരു സ്പോട്ടിന്റെ പേര്. ഒരുപാട് വെറൈറ്റി സ്നാക്സും അതുപോലെ തന്നെ പേസ്ട്രീസ് ഒക്കെ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മളിതൊരു ബേക്കറി ആണെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് മെനു നോക്കുമ്പോഴാണ് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒരു സെർവ് ചെയ്യുന്നുണ്ട്. ചിക്കൻ ലസാന ഉണ്ട്, മക്രോണി ഉണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്. അതുപോലെ തന്നെ രാത്രി ഒരു 7:45 ശേഷം വരികയാണെങ്കിൽ സെലക്ടഡ് ആയിട്ടുള്ള ഐറ്റംസിന് ഓൾമോസ്റ്റ് ഒരു 25% ഡിസ്കൗണ്ടും ഇവർ കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അത്ര ഹെവി ആയിട്ടൊന്നും നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നില്ല. അവിടുത്തെ ചില്ലി ചിക്കൻ ക്രോസോണും ലാവ കേക്കും മിനി ചിക്കൻ മയോറോളാണ് നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തത്. മൂന്നും ഒന്നിനൊന്നിനും വെച്ചാണ്. എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ടേസ്റ്റ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും കൂട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ മിനി ചിക്കൻ മയോറോളാണ്. കിഡ്ലൻ ടേസ്റ്റ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2-3 എണ്ണം പിന്നെയും അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്ര കിഡ്ലൻ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ പിന്നെ പോയത് മുംബൈയിൽ തന്നെ ഏറ്റവും ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള നൂർ മുഹമ്മദ് ഹോട്ടൽ എന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അതിനുശേഷം ഫുഡിന്റെ വില ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി തന്ന MM സ്ട്രീറ്റിലേക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ രണ്ടിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാന്ന്. അപ്പൊ നമ്മൾ മുംബൈ ഫുഡ് സീരീസിന്റെ പാർട്ട് 3 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.